ഇത് കണ്ട് ഇവർ എന്നെ കാണുന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്ക്. കേട്ടാ വണ്ടികൾ നല്ല സാധനമുണ്ട്. പിന്നെ അതെങ്ങനെ ശരിയാവണം? അങ്ങനെ 10 പേരെ അടിച്ചിരുന്നു, അത് മോശം സാർ. സംവിധായക കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ. എനിക്കറിയില്ല ഞാൻ ആരാ. യെസ്, ആരുടെ ബാല്യമാണ് ചെയ്തത് ശ്രീരംഗൻ? അലൻസിറിയുടെ എന്നല്ലേ പറഞ്ഞേ? അല്ല, ആണോ? ഞാൻ തെറ്റിദ്ധരിച്ചു. ആണോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാല്യമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ സിനിമയുടെ ഒരു നമസ്കാരം. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഈ സിനിമ ശരിക്കും ഞാനും ചെറുപ്പത്തിൽ വെച്ച് കേട്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പിന്നിലിത് ചെയ്തേക്കുന്നത്. അപ്പോൾ വിവ് ഡൺ അവർ ബെസ്റ്റ്. നമ്മൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ഓടിച്ചാടി പണിയെടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇൽ ബി എക്സൈറ്റിംഗ്. കുറച്ച് ഫിസിക്കലായിരുന്നു പടം. അപ്പോൾ ടീച്ചറിൽ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് നൈസ്. അപ്പോൾ അങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു ട്രൂ സ്റ്റോറി എടുത്തിട്ട് അതിൽ എനിക്ക് അതുപോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല പടം. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് മറ്റേ സൺഡേനെ കുറിച്ച് പറഞ്ഞിട്ടപ്പോഴേക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാനത് കേക്കട്ടെ, എന്താണ്? അല്ല, വേറെ പടമൊന്നും ഇല്ലാത്ത കാരണം പറഞ്ഞിറക്കണം. ഞായറാഴ്ചയുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനും ജസ്റ്റ് ഇങ്ങനെ വേണ്ട, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക്. നമ്മള് എല്ലാവരെയും പോലെ തന്നെ പടം ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് റിലീസ് ചെയ്യാൻ നോക്കാം. ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ പടങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. തിയേറ്ററിൽ വന്ന് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഗിവ് ദിസ് മൂവി എ ചാൻസ്. സോ താങ്ക് യു. ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കണം. കപ്പേളയിൽ ഭയങ്കര റോ അടിയായിരുന്നു, ചട്ടമ്പിയിലും. ഇതില് എങ്ങനെ അത്രയും? രാജശേഖർ മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതെ, പുള്ളിനോട് എന്ത് പറഞ്ഞാലും കേൾക്കൂല. സാർ അതെങ്ങനെ ശരിയാവണം? അങ്ങനെ 10 പേരെ അടിച്ചിരുന്നു, അത് മോശം സാർ പ്രശ്നമാക്കും അത്. അപ്പോൾ അല്ല, കൺവിൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും പുള്ളി അതിനൊരു പരിപാടി കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് പുള്ളി എല്ലാവരെയും തല്ലണത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. ഫൈറ്റ് സീൻസ് ഒരു ഷെഡ്യൂൾ മൊത്തം വി ഷോട്ട് ഫൈറ്റ്സ് അല്ലേ? എത്ര ഫൈറ്റ് ഷൂട്ട് കളി നമ്മൾ അതെണ്ണി വെച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു 11 ഫൈറ്റ് ഉണ്ട് എന്റെ സിനിമയിൽ നിന്ന്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ആൻഡ് വി വിഷ് ഓൾ ദ ബെസ്റ്റ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളൊക്കെയാണ് ഇത് ജനങ്ങളിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നത്. അടുത്ത ഈ കുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടി. കാരണം ഞങ്ങളിപ്പോൾ എൻ്റെ ഇടയിൽ പറയായിരുന്നു, ഹണീബി പോലെയുള്ള ഒരു സിനിമ, ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ വരേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. കാരണം അത് വേറൊരു സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ തിരിച്ച് നമുക്ക് ഈ സിനിമയിലേക്ക് വന്നാൽ ഞാൻ പനി അടിച്ച് കിടക്കായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഓടി വന്നാൽ അതിന് വേണ്ടിയിട്ട്. ഈ സിനിമ ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സോങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഈ ഞായറാഴ്ച റിലീസ് ചെയ്യുന്നു എന്നുകൂടാതെ ഞാൻ കാണുന്ന വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 32 വർഷം സിനിമയിൽ ഞാൻ വന്നിട്ട് ഞാൻ തുടക്കം മുതലേ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റർമാർ. ഈ രാജശേഖരൻ മാസ്റ്ററൊക്കെ അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ മാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ സിനിമയുടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സോങ് ഫുൾ ഫൈറ്റിൻ്റെ കട്ട്സ് വെച്ചിട്ട് ഈ ഡയറക്ടർ ഇടാനുള്ളൊരു ധൈര്യം കാണിച്ചു. അത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു, ഇത്ര 4 മിനിറ്റൊക്കെ ഉള്ള സോങ് ആൾക്കാർ കാണുമോ? അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങ് കയറി അങ്ങ് കൊളുത്തിയിട്ട് 1 മില്യൺ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു. അവസാനം ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമയിൽ. അത് ഈ പൊങ്കാല സിനിമ എടുത്തു പറയേണ്ട കാര്യം, അത് പല നമ്മുടെ ആർട്ടിസ്റ്റുകൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. ആ സംഭവം അത് കാണാത്തൊരു മനുഷ്യനുമില്ല. അപ്പം അതിന് കാണിച്ച ആ ചങ്കൂറ്റവും അതുപോലെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഞാൻ എടുത്തു പറയേണ്ടത്. സംവിധായക കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ. എനിക്കറിയില്ല ഞാൻ ആരാ. ഞാൻ പറഞ്ഞതാണോ കഥ? അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെയാണ് ആ ഒരു ഇത്രയും ക്യാമറ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ കോട്ട് ഇടും. അപ്പൊ ട്രെൻഡിങ് ആവാനുള്ള പണിക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും പറഞ്ഞത്? ടീഷർട്ട് വാങ്ങിച്ചോണ്ട് വന്നു. അതാ. അതെ, ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ അല്ലേ? സന്തോഷമുണ്ട്. കാരണം ഇത്ര തൃശ്ശൂരാണല്ലോ എന്ന് പറഞ്ഞപ്പോ പ്ലീസ് ചേട്ടാ. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം. തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. തൃശ്ശൂരും മലപ്പുറവും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ പിന്നെ ബാസ്യൻ്റെ ലീഡ് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റി. ശരിക്കും ഒരു ഭാഗ്യമായിട്ട് വരുന്നു. പിന്നെ ഒരുപാട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ. ഇപ്പോൾ ഫൈറ്റ്സ് ആണല്ലോ, അപ്പോൾ സ്റ്റണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്കൊരു സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു അതിൽ. അടിപൊളി. ഒരു ചെറിയൊരു സീൻ. ബാസിസ് ലൈക്ക് പറയല്ലേ സസ്പെൻസ് പൊട്ടിക്കല്ലേ? അത് കാണുമ്പോ പറയുന്നില്ല. അല്ല, ഞാൻ പറയുന്ന എക്സ്പീരിയൻസ്. ബാസി എന്താണ് പാവം കുട്ടി, സംസാരിക്കട്ടെ. മോളെ ഫൈറ്റിനെ കുറിച്ച് പറയണ്ട, വേറെ എന്തെങ്കിലും? അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവിയിൽ. അപ്പോൾ എന്താ പറയാ, നവംബർ 13 മൂവി റിലീസ് ആവാണ്. അപ്പോൾ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കാണാൻ ഞാനും. അപ്പോൾ എല്ലാവരും മൂവി കാണാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ബിൻ സാറിനോടും അനിൽ സാറിനോടും ദീപു സാർ, താങ്ക് യു സോ മച്ച്. അതന്നെ, എല്ലാവരും പോയി സിനിമ കാണാം, വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. റീൽ സ്റ്റോറിന്റെ ആൾക്കാർ മിക്കവാറും ബാസി ഞാനൊക്കെ ആയിരിക്കും മെയിൻ ചന്തയിൽ ഒറ്റയ്ക്ക്. അങ്ങനെ ബിന്നിലുമായിട്ട് ഭരണം മറ്റേ സാധനം നീ എങ്ങനെയല്ല എടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവിടെ. ഒക്കെ വെള്ളമാണ്. ഇത് കണ്ടിട്ട് ഇവർ എന്നെ കാണുന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്ക്. കേട്ടാ, വണ്ടിയോ നല്ല സാധനമുണ്ട്. പിന്നെ എൻ്റെ കാരണം ഇവർക്ക് പിന്നെ വേണ്ടത് എന്നെയാണ്. അതായത് ഇവരുടെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ പുറംകടലിൽ പോയിട്ട് അത് മറ്റേ സാധനം ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നല്ല പിടയ്ക്കണ പള്ളത്തിലെ കറിയുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പോകും. പിറ്റേ ദിവസം ഇത് വരുമ്പോൾ ഈ ടീം വീണ്ടും വരും. എങ്ങനെ റിയൽ സ്റ്റോറി ഭയങ്കര ഡിസ്കഷൻ. അപ്പൊ ഇന്നിപ്പോ ബാസി ചോദിക്കാറുണ്ട്, നമുക്കത് പറയാമോ യഥാർത്ഥമായിട്ട്. അപ്പൊ അത് ഇതിനിടയ്ക്ക് പറയാൻ വിട്ട ഒരു കാര്യമാണ്. രണ്ടാമത് ഒരാളെയും കൂടി ഞാൻ അതിനകത്ത് പറയാം.